ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഹൗ ടു സോൾവ് എ പിരമിഡ് ക്യൂബ് ആണ്. അപ്പം നമ്മൾ കമ്പാരിറ്റീവ്ലി നോക്കുമ്പം ഈ റുബിക്സ് ക്യൂബിനെക്കാട്ടി സിമ്പിൾ ബിഗിനേഴ്സിന് ചെയ്യാൻ പറ്റുന്ന എൻ്റെ ഒരു ഒപ്പീനിയനിൽ പിരമിഡ് ക്യൂബാണ്. അപ്പം നമുക്കിതെങ്ങനെ സോൾവ് ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു പിരമിഡ് ക്യൂബിൻ്റെ ഈ 3 ഭാഗമാണ് നമ്മുടെ സെൻറ്റർ പീസ് എന്ന് പറയുന്നത്. ഇത് കോർണർ പീസസ് ആണ്. ഇനി നമ്മുടെ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് യെല്ലോ നമ്മുടെ സെൻറ്റർ പീസസിൽ കൊണ്ടുവരണം. സെൻറ്റർ പീസ് ഈ 3 എണ്ണമാണല്ലോ, ആ സെൻറ്റർ പീസിൽ നമ്മൾ യെല്ലോ കൊണ്ടുവരണം. അതിന് പ്രത്യേകിച്ച് ട്രിക്കൊന്നുമില്ല, അത് നമ്മുടെ ഒരു നോളജ് വെച്ച് കൊണ്ടുവരാം. ഇപ്പോൾ എൻ്റെ ക്യൂബിൽ നമ്മൾ ഷഫിൾ ചെയ്തതിൻ്റെ അനുസരിച്ചിരിക്കും. നമ്മളിങ്ങനെ തിരിക്കുമ്പം കാണാം, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തപ്പോൾ തന്നെ എൻ്റെ വന്നു. അത് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഒരു നോളജ് വെച്ചിരിക്കും. ആ 3 പീസിലും നമ്മൾ സെൻറ്റർ പീസിൽ യെല്ലോ കൊണ്ടുവരിക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനിയും നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. നമ്മുടെ ഈ കോർണർ പീസസ് എല്ലാം ഈ യെല്ലോ ആയിട്ട് മാച്ച് ചെയ്യുക. അത് നമ്മളിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ തന്നെ യെല്ലോ ആയി, ഇവിടെ യെല്ലോ ആയിട്ട് മാച്ച് ചെയ്യുക, ഇവിടെ ആയി. പിന്നെ നമ്മൾ കോർണർ പീസസ് 3 എണ്ണം ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ വളരെ സിമ്പിൾ സ്റ്റെപ്പാണ് സെക്കൻഡ് സ്റ്റെപ്പ്. നമ്മുടെ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ബാക്കി എഡ്ജ്, ഈ 3 എഡ്ജ് പീസസിൽ യെല്ലോ കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഈ എഡ്ജ് പീസസിൽ യെല്ലോ കൊണ്ടുവരാൻ നമ്മൾ ഈ യെല്ലോ നമ്മൾ ഇത്രയും ചെയ്തത് ബേസ് ആയിട്ട് പിടിക്കുക, എന്ന് പറഞ്ഞാൽ താഴെ പിടിക്കുക. താഴെ പിടിച്ച് കഴിയുമ്പോൾ നമുക്ക് കാണാം, ഇനി ഈ നമ്മുടെ ബേസ് ആയിട്ട് പിടിച്ച യെല്ലോയുടെ എഡ്ജ് പീസസിൽ വരാനുള്ള നമ്മുടെ പീസസ് നമുക്ക് ഇങ്ങനെ യെല്ലോ ബേസ് ആയിട്ട് പിടിക്കുമ്പോൾ കാണാം. ഇവിടെ ആയിട്ട് ഇവിടെ വരാനുള്ള എഡ്ജ് പീസസിൻ്റെ 3 എണ്ണം കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഈ യെല്ലോ ബേസ് ആയിട്ട് പിടിക്കുന്നു. എന്നിട്ട് നമ്മുടെ മേളിൽ ഇത് 2 എണ്ണം താഴെയാണ് കിടക്കുന്നത്. ഇനി നമ്മുടെ എഡ്ജ് പീസ് കൊണ്ടുവരാനുള്ള മേളിൽ കിടക്കുന്നത് നോക്കുക. അതിൻ്റെ ഇപ്പോൾ ഈ യെല്ലോ നമുക്ക് എഡ്ജിൽ കൊണ്ടുവരാനുള്ളതാണല്ലോ ഇവിടെ. അപ്പം നമ്മൾ ഈ യെല്ലോ പീസിൻ്റെ സൈഡിൽ കിടക്കുന്ന കളർ ഏതാന്ന് നോക്കുക. ഇപ്പോൾ ബ്ലൂ ആണ്. ബ്ലൂ എനിക്കിപ്പോൾ ഇങ്ങനെ മാച്ചാണ്. ഇപ്പോൾ ഇങ്ങനെ കിടക്കുകയായിരുന്നെങ്കിൽ നമ്മൾ അത് മാച്ച് ചെയ്യണം. മാച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ യെല്ലോയുടെ അപ്പുറത്ത് കിടക്കുന്ന ബ്ലൂ ആണല്ലോ, ബ്ലൂ കളർ ഇവിടെ കൊണ്ടുവരണം. അത് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ തന്നെ കിട്ടും. ഇപ്പോൾ ഗ്രീൻ ആയതുകൊണ്ട് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ബ്ലൂ ആയി. ഇവിടെ ഒന്നും വന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഇവിടെ ബ്ലൂ ആയതുകൊണ്ട് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ ഇവിടെ ബ്ലൂ ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനെ നമ്മളെ ഫേസ് ചെയ്ത് ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് നമ്മൾ മാച്ച് ചെയ്ത സ്ഥലത്തു നിന്ന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് തിരിക്കുക. അപ്പോൾ ഇങ്ങനെ തിരിക്കുന്നു. അപ്പോൾ യെല്ലോ ഇവിടെ ആയി. നമ്മുടെ ഇങ്ങനെ വെച്ചേക്കുമായിരുന്നു, നമ്മൾ മാച്ച് ചെയ്തു. എന്നിട്ട് നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് തിരിക്കുന്നു. ഇനി നമ്മൾ മാച്ച് ചെയ്ത സ്ഥലം മേളിലോട്ട് പൊക്കുന്നു. അപ്പോൾ ഈ യെല്ലോ ഇവിടെ വന്നു. നമ്മൾ ജസ്റ്റ് തിരിക്കുന്നു, നേരെ തിരിച്ച് താഴോട്ട് ഇറക്കുന്നു. അപ്പോൾ നമുക്ക് കാണാം, ഇവിടെ 3 എഡ്ജ് പീസസ് കവർ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഒരെണ്ണം കവറായി. ഇനി നമ്മളെവിടെയാണ് മേളിൽ യെല്ലോ സൈഡ് ബേസ് ആയിട്ട് പിടിക്കുക. ഇനി നോക്കുക, ഇവിടെ മേളിലൊരു യെല്ലോ കിടപ്പുണ്ട്. അതേ സ്റ്റെപ്പ് ചെയ്യുക. യെല്ലോയുടെ അപ്പുറത്ത് ഗ്രീനാണ്, നമ്മൾ ഗ്രീൻ മാച്ച് ചെയ്യുക, ഇങ്ങനെ മാച്ച് ചെയ്യുക. എന്നിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് തിരിക്കുക, ഇരുന്ന സൈഡ് മേളിലേക്ക് പൊക്കുക. അത് നമ്മൾ കറക്റ്റായിട്ട് റൊട്ടേറ്റ് ചെയ്യണം. എന്നിട്ട് നമ്മൾ തിരിച്ച് റൊട്ടേറ്റ് ചെയ്യുക, താഴോട്ട് ഇറക്കുക. ഇപ്പോൾ ഇനി ഒരു പീസും കൂടെ ഇവിടെ യെല്ലോയുടെ വരാനുള്ളൂ. അപ്പം നമ്മൾ പിന്നെ യെല്ലോ ബേസായിട്ട് പിടിക്കുക. ഇപ്പോൾ ഇനി ഇവിടെ ഒന്നും കിടപ്പില്ല, താഴെയാണ് കിടപ്പുള്ളത്. താഴെ കിടക്കുമ്പോൾ ഒരു ചെറിയൊരു സ്റ്റെപ്പും കൂടെ ഉണ്ട്. അത് നമ്മൾ മേളിലോട്ട് ഇത് പൊക്കുക. എപ്പോഴും നമ്മൾ റൈറ്റിലോട്ട് ഇങ്ങനെ പൊക്കുക. അപ്പം നമ്മുടെ യെല്ലോ ഇവിടെ വന്നു. എന്നിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് റൈറ്റ്, നമ്മളിങ്ങനെ ഫേസ് ചെയ്ത് പിടിക്കുകയല്ലേ, അപ്പോൾ ഇങ്ങനെ കിടക്കുന്ന സാധനം നമ്മൾ റൈറ്റിലോട്ട് ഇങ്ങനെ പൊക്കുക. അപ്പോൾ ഇവിടവും മേളിൽ വന്നു, ഇതും മേളിൽ വന്നു. ഇനി നമ്മൾ ചെറുതായിട്ട് പിന്നെ ഇങ്ങനെ തിരിക്കുക, ഇതങ്ങ് താഴോട്ടിറക്കുക. അപ്പം നമ്മൾ നോക്കുക, ഇവിടെ നമ്മുടെ മേളിൽ വന്നു. പിന്നെ നമ്മൾ നേരത്തെ ഇവിടെയൊക്കെ യെല്ലോ കൊണ്ടുവരാൻ ചെയ്ത പോലെ തന്നെ സ്റ്റെപ്പ്, നമ്മുടെ ഈ യെല്ലോയുടെ അപ്പുറത്ത് കിടക്കുന്ന കളർ റെഡാണ്. അപ്പം നിങ്ങളുടെ ഏത് കളറാണെങ്കിലും അത് മാച്ച് ചെയ്യുക. അപ്പം എൻ്റെ റെഡാണ്, ഞാൻ റെഡുമായിട്ട് ഇങ്ങനെ മാച്ച് ചെയ്തു. ഇനി നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് തിരിച്ചു, മാച്ച് ചെയ്ത സ്ഥലം മേളിലോട്ട് പൊക്കി നമ്മൾ
ഇങ്ങനെ തിരിച്ചു താഴോട്ടിടാം. എന്നിട്ടും പിന്നെയും ഒരു സ്ഥലം ഇങ്ങനെ വന്നിട്ടുണ്ട്. പക്ഷേ അത് മാച്ച് ചെയ്യേണ്ട ഇത് വന്നില്ല, എനിക്ക് മാച്ചായിരുന്നു. അപ്പം നമ്മൾ പിന്നെയും മാച്ച് ചെയ്ത സ്ഥലം ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് തിരിക്കുക, മേലിലോട്ട് പൊക്കുക, ഇങ്ങനെ തിരിക്കുക, ഇങ്ങനെ. ആ സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് സ്ഥലത്ത് അത് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ യെല്ലോ സൈഡ് മൊത്തം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ യെല്ലോ മൊത്തം ആയിട്ടുണ്ട്. നമ്മുടെ സെൻറ്റർ പീസസ്, എഡ്ജ് പീസസ്, കോർണർ പീസസ് മൊത്തമായിട്ടുണ്ട്. അതോടുകൂടെ തന്നെ നമ്മുടെ ഫസ്റ്റ് ലെയറും ആയിട്ടുണ്ട്. നമ്മുടെ റെഡും ബ്ലൂവും ഗ്രീനും ആയി, പിന്നെ യെല്ലോ മൊത്തം ആവുകയും ചെയ്യും. ഇനി നമ്മുടെ മേളിലത്തെ ലെയറാണ് ചെയ്യാനുള്ളത്. അപ്പം മേളിലത്തെ ലെയറിന് ഈ എഡ്ജ് പീസസ് എല്ലാം നോക്കുക. അതിൻ്റെ ഏതാ കളർ? നമ്മുടെ എഡ്ജ് പീസസ് ഗ്രീനും റെഡും ബ്ലൂവും, ഗ്രീനും ബ്ലൂവും. അത് നമ്മൾ മാച്ച് ആവുന്നത് നോക്കുക. ഇപ്പോൾ ഗ്രീനും ബ്ലൂവും നോക്കുകയാണെങ്കിൽ ബ്ലൂ മാച്ച് ആവുന്നുണ്ട്, പക്ഷേ ഗ്രീൻ മാച്ച് ആവുന്നില്ല, ഇവിടെ റെഡാണ്. അങ്ങനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ഇവിടെ ബ്ലൂ മാച്ച് ആവുന്നുണ്ട്, റെഡും മാച്ച് ആവുന്നുണ്ട്. നിങ്ങളുടെ ആ കളർ തന്നെ മാച്ച് ആവണമെന്നില്ല, നിങ്ങൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് കളറാണ് മാച്ച് ആവുന്നതെന്ന്. ഇപ്പോൾ എൻ്റെ ബ്ലൂവും റെഡും ആണ് മാച്ച് ആവുന്നത്. ഇവിടെ മാച്ചായി, ഇവിടെ മാച്ചായി. ഇനി നമുക്ക് ഈ മേളിലത്തെ രണ്ട് സൈഡും കൂടെ അങ്ങനെ വരുത്താറുണ്ട്. ഇപ്പം എൻ്റെ വളരെ റെയറായിട്ട് അങ്ങനെ തന്നെ വന്നിരിക്കുകയാണ്. ഈ കോർണർ പീസ് കൂടെ തിരിച്ചു വെച്ചപ്പം എൻ്റെ ഇങ്ങനെ വന്നിരിക്കുകയാണ്. ഇപ്പം എല്ലാം നമ്മുടെ യെല്ലോ ബേസായിട്ട് തന്നെയാണ് നമ്മൾ പിടിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ താഴെ തന്നെയാണ് യെല്ലോ പിടിക്കുന്നത്. ഇനിയും നമ്മുടെ ഇങ്ങനെ എൻ്റെ വന്നിട്ടുണ്ട്, അത് ഭയങ്കര റെയറാണ്. അത് ഇനി ഇങ്ങനെ വന്നവർക്ക് എൻ്റെ കൂടെ ഫോളോ ചെയ്യാം, അല്ലാതെ ഇങ്ങനെ വരാത്തവർക്ക് ഞാൻ ലാസ്റ്റ് ഇതിൻ്റെ സ്റ്റെപ്പ് ഇടുന്നുണ്ട്. ഇനി നമ്മളിങ്ങനെ വന്നവർക്ക് ഒരു സൈഡ് ഫേസ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് റൈറ്റ് സൈഡിൽ എപ്പോഴും ഇങ്ങനെ ഒരു പീസ് ഇങ്ങനെ കിടപ്പുണ്ടായിരിക്കും, ഇങ്ങനെ ഒരു പീസ് കിടപ്പുണ്ടായിരിക്കും റൈറ്റ് സൈഡിൽ. അപ്പം നമ്മൾ ആ പീസ് ഇങ്ങനെ താഴോട്ട് പിടിക്കുക. അപ്പോൾ യെല്ലോ മേളിൽ വരും. അത് അത്രയും നേരം ബേസായിട്ട് പിടിച്ചു. ഇനിയും യെല്ലോ ബേസ് ആക്കണ്ട, ഇനി നമ്മുടെ ഇങ്ങനെ പിടിക്കുകയാണ്. റൈറ്റ് സൈഡിൽ ഒരു പീസ് ഇങ്ങനെ കിടപ്പുണ്ടായിരിക്കും, അത് നമ്മൾ താഴോട്ട് പിടിക്കുക. ഇപ്പം റെഡാണ് എൻ്റെ താഴെ വന്നിരിക്കുന്നത്. ഇനിയും ഈ കിടന്ന പീസ് നമുക്ക് ഇവിടെ ഒരു റെഡിൻ്റെ എഡ്ജ് പീസാണ് ഇതിനി റെഡ് നമ്മൾ ബേസായിട്ട് പിടിക്കും. റെഡിൻ്റെ എഡ്ജ് പീസാണ് ഇത്, ഒരു എഡ്ജ് പീസാണ്. അതിനി നമുക്ക് ഇവിടെ കൊണ്ടുവരണം. അതിന് നമ്മൾ യെല്ലോയുടെ എഡ്ജ് പീസ് ഇങ്ങനെ താഴെ കിടക്കുന്നത് എങ്ങനെയായിരുന്നു നമ്മൾ ചെയ്ത അതേ സ്റ്റെപ്പാണ് റെഡിൻ്റെ എല്ലാ കളറിൻ്റെയും ചെയ്യുന്നത്. ഏത് കളറാണ് നിങ്ങൾക്ക് വന്നെങ്കിലും അത് നമ്മളിങ്ങനെ പൊക്കുന്നു, നമ്മൾ തിരിച്ചു വെക്കുന്നു, ഇത് താഴോട്ട് ഇറക്കുന്നു. നിങ്ങൾ നമ്മുടെ യെല്ലോ ചെയ്ത അതേ സ്റ്റെപ്പാണ്. അത് കഴിഞ്ഞ് നമ്മൾ എനിക്കിവിടെ ഗ്രീൻ ആയതുകൊണ്ട് ഗ്രീൻ മാച്ച് ചെയ്യുന്നു, ഓപ്പോസിറ്റ് സൈഡ് പൊക്കുന്നു, ഇങ്ങോട്ട് തിരിക്കുന്നു, താത്തുന്നു. കണ്ടില്ലേ, നമ്മുടെ ക്യൂബ് സോൾവായി. ഇനി നമ്മൾ ചെറുതായിട്ടൊന്ന് തിരിച്ച് വെക്കുമ്പം നമ്മുടെ ഹോൾ ക്യൂബ് സോൾവായി. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഇങ്ങനെ കോർണറൊക്കെ ചിലപ്പോൾ തിരിഞ്ഞ് കിടക്കുമായിരിക്കും, അതൊക്കെ നമ്മൾ ഇങ്ങനെ നേരെ വെക്കും. ഇപ്പം നമ്മുടെ ഹോൾ ക്യൂബ് സോൾവ് ആയിട്ടുണ്ട്. ഇപ്പോൾ അത് സൈഡ് മാച്ചായി എല്ലാം വന്നിട്ടില്ല. അപ്പോൾ ആ സ്റ്റെപ്പ് അപ്പം ചെയ്യേണ്ട സ്റ്റെപ്പ് ഞാൻ എന്തുവാണെന്ന് കാണിച്ചു തരാം. ഇപ്പം നമുക്കാണെങ്കിൽ നമ്മളിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് നോക്കുക. ഇപ്പം ഇവിടെ ഗ്രീനാണ്, പക്ഷേ ഇവിടെ ബ്ലൂ ആണ്. ഇവിടെ ബ്ലൂ ആണ്, ഇവിടെ ഗ്രീനാണ്. അപ്പോൾ ഇത് മാച്ച് ആവുന്നില്ല. ഇവിടെ തിരിച്ച് നോക്കുക, ഇവിടെ റെഡാണ്, ഇവിടെ ബ്ലൂ മാച്ച് ആവുന്നുണ്ട്, പക്ഷേ ഇവിടെ റെഡും ഗ്രീനും മാച്ച് ആവത്തില്ല. ഇപ്പോൾ ഇനിയും പിന്നെയും തിരിച്ച് നോക്കുക, അവിടെ ഒന്നും മാച്ച് ആവത്തില്ല. ഇപ്പോൾ അടുത്ത സൈഡ് എടുക്കുക, നമ്മൾ തിരിച്ച് നോക്കുക, ഇത് മാച്ച് ആയിട്ടില്ല. തിരിച്ച് നോക്കുക, ഇതൊന്നും മാച്ച് ആവുന്നില്ല. അപ്പം നമ്മൾ ഇവിടെ എല്ലാം തിരിച്ച് നോക്കുമ്പം നമുക്ക് മനസ്സിലാവും ഇത് മാച്ച് ആവുന്നുണ്ട്. റെഡും മാച്ചായി, ഗ്രീനും മാച്ചായി. ഇനി നമുക്ക് ഈ ബ്ലൂവും റെഡും കിടക്കുന്നിടത്ത് നമുക്ക് ഇവിടെ രണ്ടും കൂടി ഈ കോർണർ പീസസിലും ഈ സെൻറ്റർ പീസസിലും നമുക്ക് ഇവിടെ മൊത്തം റെഡും ഇവിടെ മൊത്തം ഗ്രീനും വരുത്തണം. അതിൻ്റെ സ്റ്റെപ്പ് ഞാൻ എന്താണെന്ന് കാണിച്ചു തരാം. അപ്പം നമ്മൾ ഇങ്ങനെ ഇപ്പോൾ ഈ ഫേസാണ് ഞാൻ എന്നെ ഫേസ് ചെയ്ത് പിടിച്ചിരിക്കുന്നത്. അപ്പം അതിൻ്റെ റൈറ്റ് സൈഡ് പൊക്കുക. നമ്മളിപ്പോൾ ഇവിടെ യെല്ലോ വന്നിട്ടുണ്ട്, അത്
നമ്മൾ ഇങ്ങനെ പൊക്കുക, നമ്മൾ എന്നിട്ടത് ലെഫ്റ്റിലോട്ട് തിരിക്കുക, ഇത് താത്തുക. എന്നിട്ട് നമ്മൾ ഇപ്പോൾ ഇവിടെ ഒരു യെല്ലോ വന്നിട്ടുണ്ട്, അത് നമ്മൾ യെല്ലോ നേരെ എങ്ങനെ താഴെ ഇറക്കുന്നത് അതുപോലെ തന്നെ ചെയ്യുക. യെല്ലോയുടെ അപ്പുറത്ത് റെഡാണ്, റെഡ് ഇപ്പോൾ എൻ്റെ മാച്ചാണ്, അത് നിങ്ങൾ മാച്ച് ചെയ്യുക. ഇവിടെ പൊക്കുക, ഇവിടെ താത്തുക, ഇവിടെ. അപ്പോൾ ഇനി നമ്മുടെ ഈ സൈഡ് നമ്മൾ മാച്ച് ചെയ്യണം. ഇവിടെ ഈ എഡ്ജ് പീസസിൽ കിടക്കുന്ന കളറ് എൻ്റെ ഇതൊക്കെയാണ്. നമ്മളിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഏത് കളറാണ് മാച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എനിക്ക് റെഡും ഗ്രീനും മാച്ച് ആയിട്ടുണ്ട്. അപ്പം ഇവിടെ റെഡും ഇവിടെ ഗ്രീനും നമുക്ക് വരുത്താറുണ്ട്. അപ്പം നമ്മുടെ റൈറ്റ് സൈഡ് പൊക്കുക, ഇത് ലെഫ്റ്റിലോട്ട് തിരിക്കുക, ഇത് താത്തുക, പിന്നെ നമ്മളിങ്ങനെ തിരിക്കുക. അപ്പോൾ ഇവിടെ എല്ലാം വന്നിട്ടുണ്ട്, ഇപ്പോഴും മാച്ച് ആയിട്ടില്ല. പിന്നെ ആ സ്റ്റെപ്പ് തന്നെ കണ്ടിന്യൂ ചെയ്യുക. ഇടയ്ക്ക് വെച്ച് ഈ സ്റ്റെപ്പ് ചെയ്യുമ്പോൾ ആയാലും നമ്മൾ സ്റ്റെപ്പ് നിർത്തരുത്, ഇങ്ങനെ ചെയ്യണം. എൻ്റെ ഇപ്പം ഇങ്ങനെ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ചിലപ്പം 3 or 4 പ്രാവശ്യം ചെയ്യുമ്പോഴേ അങ്ങനെ വരത്തുള്ളൂ. ഇപ്പം എൻ്റെ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇവിടെ ഇപ്പം മാച്ച് ആയിട്ടുണ്ട്, റെഡും മാച്ചായി, നമ്മുടെ ഗ്രീനും മാച്ചായി. ഇനി ആ സമയത്ത് നമ്മുടെ കോർണറൊക്കെ ഇങ്ങനെ തിരിഞ്ഞ് കിടക്കുമായിരിക്കും, അത് നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. നമ്മുടെ റെഡും ഇവിടെ ഗ്രീനും മാച്ചായി. ഇപ്പോൾ ഇത് മാച്ച് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ആദ്യം ഞാൻ പറഞ്ഞ സ്റ്റെപ്സ് അങ്ങ് ചെയ്താൽ മതി. ഇപ്പം നമ്മുടെ ക്യൂബ് സോൾവ് ആയിട്ടുണ്ട്. ഓക്കെ, ബൈ, താങ്ക് യു.